അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം ഇപ്പോൾ തളിപ്പറമ്പ് നഗരത്തിലേക്ക് കടന്നു വരുന്ന കാഴ്ച. ഇപ്പോൾ അതിന് മുന്നോടിയായിട്ട് വീണ്ടും പോലീസിൻ്റെ വാഹനങ്ങൾ കടന്നു പോകുന്നു. ഇപ്പോൾ പ്രവർത്തകരൊക്കെ ആ മുദ്രാവാക്യം വിളിയോടുകൂടെ ആവേശത്തോടുകൂടെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവരൊക്കെ പ്രധാനമായിട്ടും ഈ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷായെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ജയ്വിളികൾ, അവരുടെ കരഘോഷങ്ങൾ മുഴക്കുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ വരവിനോടനുബന്ധിച്ച് വാഹനങ്ങൾ, സുരക്ഷാ വാഹനങ്ങൾ, അകമ്പടിയുള്ള വാഹനങ്ങൾ ഓരോന്നായി ഈ നിരത്തിലൂടെ കടന്നു പോകുന്നു. എല്ലാവരും വലിയ ആകാംക്ഷയോടെ കൂടെ കാത്തിരിക്കുകയാണ്. മൊബൈൽ ക്യാമറകൾ ഓണാക്കി അതിൽ അദ്ദേഹം ഈ വഴിത്താരയിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനും മറ്റുമൊക്കെ വേണ്ടി വലിയ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കകം അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ വിഷ്ണു ചോദിച്ചതുപോലെ ഈ BJPയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും ഒക്കെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, അത് ക്ഷേത്രങ്ങളാണെങ്കിലും അതല്ലെങ്കിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക, അതിൽ കൂടുതൽ സംരക്ഷിക്കുക എന്നുള്ളതൊക്കെ അത് പ്രധാന ശ്രദ്ധ ചെലുത്തുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ രാജരാജേശ്വര ക്ഷേത്രം ഏതായാലും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സന്ദർശനത്തോട് കൂടുതൽ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം തന്നെ ഈ ക്ഷേത്രവും അതിൻ്റെ ചരിത്രമായുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. അതിൻ്റെ പുരാതന കാലഘട്ടം മുതൽ ആ ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ അദ്ദേഹം വാഹനവ്യൂഹം വരുന്നു. പ്രവർത്തകർ അദ്ദേഹത്തിന് അഭിവാദ്യമർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ വലിയൊരു വരവേൽപ്പ് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് നൽകിയിട്ടുള്ളത്. BJP പ്രവർത്തകർ, നാട്ടുകാർ ഒക്കെ ചേർന്ന ഒരു സ്വീകരണം അദ്ദേഹത്തിന് നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം കടന്നു പോകുന്നുണ്ട്. ക്ഷേത്രത്തിലേക്ക് അല്പസമയത്തിനകം അദ്ദേഹം പ്രവേശിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അരുൺ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. അരുൺ, വളരെ വലിയൊരു ആവേശത്തോടു കൂടിയുള്ള ഒരു സ്വീകരണം അദ്ദേഹത്തിന് നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം കടന്നു പോവുകയാണ്. ഉടൻ തന്നെ അദ്ദേഹം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയല്ലേ? റോഡിന്റെ ഇരുവശത്തും തടിച്ചുകൂടി നിന്നത് എല്ലാവരും അദ്ദേഹം കടന്നു പോകുമ്പോൾ പുഷ്പവൃഷ്ടി നടത്തുകയും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഏറെ നേരമായി, മണിക്കൂറുകളായി കത്തുനിന്ന ആളുകളാണ്. അവരൊക്കെ വലിയ ആവേശത്തോടുകൂടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഇപ്പോൾ അഭിവാദ്യം അർപ്പിച്ച് ഇരിക്കുന്നു. ഏതായാലും ഇനി ഈ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനാണ് അദ്ദേഹം കടന്നു ചെല്ലുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം ക്ഷേത്രങ്ങളിലേക്ക് എത്തും. തളിപ്പറമ്പ് നഗരത്തിൽ നിന്നും ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഈ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കുള്ളൂ. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ആ ഒരു ശിവക്ഷേത്രം, ആ ശിവക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹം സന്ദർശനത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. എന്നാൽ ശിവൻ്റേതായ പല വിശേഷങ്ങളും ഇവിടെ ഇല്ല എന്നൊരു പ്രത്യേകതയുമുണ്ട്. ഈ ക്ഷേത്രത്തിലെത്തുന്ന കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ അദ്ദേഹം അവിടുത്തെ പ്രധാന വഴിപാടുകളായ നെയ്യമൃതും പട്ടംതാലിയും സ്വർണ്ണക്കുടവും ഒക്കെ നടത്തും എന്നുള്ളതാണ്. ഈ 3 പ്രധാന വഴിപാടുകളും അദ്ദേഹം നടത്തും. അതിനുശേഷമായിരിക്കും അദ്ദേഹം അവിടെ നിന്നും മടങ്ങുക. ഏതായാലും ഈ തളിപ്പറമ്പ് നഗരത്തിൽ മണിക്കൂറുകളായി കാത്തുനിന്ന ആ ജനസഞ്ചയത്തെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവരൊക്കെ ഏറെ നേരമായി കാത്തുനിന്നതാണ് ആ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സന്ദർശനത്തിൽ അദ്ദേഹത്തെ ഒന്ന് അഭിവാദ്യം ചെയ്യാൻ, അദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണാൻ, അഭിവാദ്യം അർപ്പിക്കാനൊക്കെ വേണ്ടി. ഏതായാലും അതവർക്ക് സാധിച്ചിരിക്കുന്നു. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി തളിപ്പറമ്പ് നഗരത്തിലൂടെ ക്ഷേത്രത്തിലേക്ക് കടന്നു ചെന്നിരിക്കുന്നു. ഇനി ക്ഷേത്രത്തിൽ ദർശനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ നെയ്യമൃതും പട്ടംതാലിയും സ്വർണ്ണക്കുടവും
ഈ പ്രധാന വഴിപാടുകൾ ഉൾപ്പെടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അത്രത്തോളം ആവേശകരമായി ഒരു സ്വീകരണം നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക്. ജനങ്ങൾ ഇരുവശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ആർപ്പ് വിളികളും ഉണ്ടായിരുന്നു. അമിത്ഷാ കി ജയ് എന്നുള്ള വിളികൾ, മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു. അത്രത്തോളം ഒരു ആവശ്യമായ ഒരു സ്വീകരണം ലഭിച്ചാണ് ഇപ്പോൾ അദ്ദേഹം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം കടന്നു പോയപ്പോഴുള്ള ജനങ്ങളുടെ ആവശ്യം അത്രത്തോളം അലതല്ലുകയായിരുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അത്രത്തോളം ഒരു സന്തോഷത്തിലാണ് ജനങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്നത്. അതിലെ പ്രതികരണങ്ങളിലേക്ക് വളരെ അഭിമാനമായിരുന്നു. ഇറങ്ങണമെന്ന് വിചാരിച്ചില്ല, ഇറങ്ങിയില്ല. വളരെ അഭിമാനമായിരുന്നു. നമ്മൾ കണ്ടിരുന്നു, ഇപ്പുറത്തെ സൈഡിൽ നിന്നുകൊണ്ട് കാരണം കണ്ടിരുന്നു, കുഴപ്പമില്ല. പ്രവർത്തകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു എന്നുള്ള വലിയ സന്തോഷത്തിലാണ്. ഒരുപാട് ആളുകൾ ഒരുപാട് നേരം കത്ത് നിന്ന് അവർക്കൊക്കെ കാണാൻ പറ്റിയോ? വണ്ടിയിലെ പോകുമ്പോൾ കാണാൻ പറ്റി. ഇതിനു മുമ്പ് കണ്ടിരുന്നോ? ജനരക്ഷായാത്രക്കും ഓഫീസ് ഉദ്ഘാടനം കണ്ണൂര് മാരാർജി ആവേശമാണ് അദ്ദേഹം. അമിത്ഷാജിയുടെ ഒന്നിച്ച് നിന്നിട്ട് ബാനർ പിടിക്കാനുണ്ടായി പയ്യന്നൂർ നേരം. വലിയ ആവേശമാണ് അമിത്ഷായെ കാണുക എന്നുള്ളത്. നമ്മൾ മുമ്പേ 2017 മാടായി മണ്ഡലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പന്ത്രണ്ട് കണ്ടു, ഇപ്പം കണ്ടിരുന്നു. ഈ അദ്ദേഹത്തെ നേരിട്ട് കാണുക എന്നുള്ളത് ഒരു പിന്തുണ കൂടെയാണോ ഈ രാജ്യത്തിലെ? തീർച്ചയായും, അതിൽ സംശയമില്ലല്ലോ. കാരണം ഇനിയൊരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ BJPയുടെ രാഷ്ട്രീയമാണ് വേണ്ടത്. കാരണം വെച്ചാൽ ഇന്ത്യ ലോകം ഉറ്റുനോക്കുന്നത് BJPയുടെ രാഷ്ട്രീയം തന്നെയാണ്. കാരണം അത്ര സെക്യൂരിറ്റി വേറെ ഏതൊരു പ്രസ്ഥാനത്തിനും കൊടുക്കാൻ പറ്റൂല. അത് തന്നെയാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. ഈ രാജ്യത്തെ മാവോയിസം ഒക്കെ തുടച്ചു നിൽക്കുന്ന ആ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഒരു പിന്തുണ കൂടെയാണ് ഇവിടെ. എല്ലാ മാവോയിസ്റ്റിനും എല്ലാം തുടച്ചു നിൽക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രിയാണ് നമ്മുടെ അമിത്ഷാജി. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ഏറ്റവും നല്ല കണ്ട അമിത്ഷാജി ഒരു ഏറ്റവും നല്ല ആഭ്യന്തരമന്ത്രിയാണ്. അതിന് ഏത് കോൺഗ്രസ് അല്ല, ഇനി ഏത് ജനാധിപത്യ എന്ത് സഖ്യം വന്നാലും അമിത്ഷാജിൻ്റെ അപ്പുറം കടത്തിവെട്ടാൻ ആർക്കും പറ്റൂല. നല്ല സന്തോഷം. ആളുകളുടെ സന്തോഷ പ്രകടനമാണ് കാണുന്നത്. ഒരുപാട് ആളുകൾ ഉണ്ട്. കണ്ടോ ആഭ്യന്തരമന്ത്രി? കണ്ടോ? കണ്ടു. കണ്ടു. ഹാപ്പിയായി. വലിയ സന്തോഷമായോ? സന്തോഷമായി. അടിപൊളി. ശരിക്കും സന്തോഷമായി. ആദ്യമായിട്ടാണ് നേരിട്ടാണ്? അതെ, ആദ്യമായിട്ടാണ്. അല്ല, നമ്മൾ യാത്ര ഉണ്ടായിരുന്നു. ഒരു 7 വർഷം മുമ്പ് യാത്ര വന്ന് നിറങ്ങണ്ടായിരുന്നു. രാജ്യത്തെ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾക്കൊക്കെ എതിരെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പിന്തുണ കൂടെയാണോ? പിന്നെ അല്ലാതെ അത് തന്നെയാണ്. ഏതായാലും ഒരുപാട് ആളുകൾ വലിയ സന്തോഷമായി അദ്ദേഹത്തെ കണ്ടപ്പോൾ. വളരെ സന്തോഷമായി. രണ്ടാമത്തെ വരവാണ്. നല്ലൊരു ഇതാണ്. നമ്മൾ കാത്തുനിന്നോ? ഇല്ല, കുറച്ച് സമയം കാത്തുനിന്നു. നല്ലൊരു സന്തോഷമാണ്. ഇനിയും ഇങ്ങനെയുള്ള പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഈ രാജരാജേശ്വരന്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ അതും വളരെ പ്രധാനപ്പെട്ടതല്ലേ? അതെ, എത്രയും നല്ല പ്രധാനം. രാജരാജ ക്ഷേത്രത്തിൽ എല്ലാ ആൾക്കാരും വരുന്നതാണ്. ഇങ്ങനെ മന്ത്രിമാരും വരുന്നുണ്ട്. അമിത്ഷാന്റെ വരെ ഒരു ഉത്തേജകമാവട്ടെ. അത് തന്നെയാണ്. ഏതായാലും രാജരാജേശ്വരന്റെ ആ മണ്ണിലേക്ക് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി എത്തിയത് അത് വലിയ ആവേശമുള്ള കാര്യമാണ്. ഏതായാലും വലിയ സന്തോഷമായി എന്നുള്ളതാണ്. വലിയ കാണാൻ പറ്റിയോ? വലിയ സന്തോഷമായോ? ആദ്യമായിട്ട് കാണണം. എങ്ങനെയുണ്ട്? തിരക്കുണ്ടായാലും നന്നായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ചെറിയ സ്ലോയിലല്ലേ പോയിക്കൊണ്ടിരുന്നത്, അതുകൊണ്ട് തന്നെ നന്നായി കാണാൻ പറ്റി. പിന്നെ എല്ലാവർക്കും അങ്ങനെ ഒരു എന്താ പറയുക തിക്ക് തിരക്കുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നല്ല രാജരാജേശ്വരന്റെ മണ്ണിലേക്ക് നല്ല തരത്തിൽ തന്നെ സഹകരിച്ചിട്ടുണ്ട്. രാജരാജേശ്വരന്റെ മണ്ണിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അത് ഇവിടുത്തെ ആളുകൾക്കും വലിയ അഭിമാനമല്ലേ? എന്താ ഒരു സംശയം പോലെ രാജരാജേശ്വരൻ്റെ മണ്ണിലേക്ക് ആര് വന്നാലും തന്നെ അത് അഭിമാനം. അത് നമ്മുടെ പിന്നെ ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. നമ്മുടെ BJPയുടെ അനിഷേധ്യ നേതാവല്ലേ. അപ്പോൾ അങ്ങനെ പോലുള്ളവർ ഇവിടെ വരുമ്പോൾ അതിനപ്പുറം പിന്നെ നമുക്ക് അഹങ്കരിക്കാനുള്ളത് നമുക്കൊരു അഹങ്കാരം തന്നെയാണത്. അഭിമാനം മാത്രമല്ല അഹങ്കാരം കൂടെയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി തങ്ങളുടെ ഈ രാജരാജേശ്വരന്റെ മണ്ണിലേക്ക് തളിപ്പറമ്പിലേക്ക് എത്തിയതിൽ എന്നുള്ളതാണ് ആ BJP പ്രവർത്തകർ ഓരോരുത്തരും പ്രതികരിച്ചത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ പ്രധാനപ്പെട്ട തളിപ്പറമ്പ് നഗരത്തിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ക്ഷേത്രത്തിനകത്തേക്ക് കടന്നു ചെന്ന് ഇനി അദ്ദേഹം ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ 45 മിനിറ്റ് വരെ ക്ഷേത്രത്തിൽ ചെലവഴിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിൽ അദ്ദേഹം പ്രധാന വഴിപാടുകളും മറ്റുമൊക്കെ ചെയ്യും. നെയ്യമൃതും അതുപോലെ തന്നെ പട്ടം താലിയും സ്വർണ്ണക്കുടവും, ഇത് 3 അവിടുത്തെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ.
അതിൽ തന്നെ ഈ നെയ്യമൃത് അവിടെ ദേവൻ്റെ തിരുനടയിൽ വെച്ച് തൊഴുക എന്നുള്ളത് ഏതൊരു വിശ്വാസിയും ഈ ക്ഷേത്രത്തിലെത്തുമ്പോൾ പ്രധാനമായും ചെയ്യുന്ന കാര്യമാണ്. ആ നെയ്യാണ് ക്ഷേത്രത്തിനകത്ത് അഭിഷേകത്തിനാണെങ്കിലും അതല്ലെങ്കിൽ വിളക്കുകൾ കൊളുത്താനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നത് ആ നെയ്യമൃതിലെ നെയ്യാണ്. ഏതായാലും ആ 3 വഴിപാടുകൾ അദ്ദേഹം അവിടെ നടത്തും. ഒപ്പം തന്നെ അവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ ശിവനെ വണങ്ങുന്നതോടൊപ്പം തന്നെ ഉപദേവതകളായ പാർവതീ ദേവിയെയും അതുപോലെ തന്നെ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും ദക്ഷിണാമൂർത്തിയെയും പരശുരാമനെയും അതുപോലെ നന്ദികേശനെയും ഭൂതത്താൻ എന്നിവർക്കൊക്കെ അവിടെ പ്രതിഷ്ഠകളുണ്ട്. ആ ദേവതകളെയൊക്കെ വണങ്ങും. കൂടാതെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കടക്കുമ്പോൾ പ്രധാനമായിട്ടും പുറത്ത് ചെറുകുന്ന് അന്നപൂർണേശ്വരിയും അതുപോലെ തന്നെ മാടായിക്കാവിൽ അമ്മയുമുണ്ട്. ആ 2 സങ്കല്പവും അവിടെയുണ്ട്. ആ 2 സങ്കല്പത്തിനെയും അവിടെ പ്രത്യേക ദിശകളിൽ നിന്നൊക്കെ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു പ്രത്യേകത കൂടെയുണ്ട്. ഓരോ ദിശകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് അവിടുത്തെ വിശ്വാസം. അത്തരത്തിലുള്ള ചടങ്ങുകളും അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രാർത്ഥനകളും ഒക്കെ അദ്ദേഹം അവിടെ നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തെ ഏറ്റവും അതിപുരാതനമായ ക്ഷേത്രം, ആ ക്ഷേത്രത്തിലേക്കാണ് രാജ്യത്തിൻ്റെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി എത്തിയിരിക്കുന്നത്. എങ്ങനെ ഒരുപാട് നേരം കാത്തുനിന്നോ? ഒരു അരമണിക്കൂർ. പക്ഷേ സന്തോഷമായി. പക്ഷേ ഇവിടെ ഒരു പൊതുയോഗം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സന്തോഷമായിട്ടുണ്ടായിരുന്നു. രാവിലത്തെ തിരുവനന്തപുരത്തെ പ്രോഗ്രാമൊക്കെ ലൈവ് കണ്ടായിരുന്നു. പക്ഷെ ഇവിടെയും പൊതുയോഗം കൂടെ പ്രതീക്ഷിച്ചിരുന്നു. കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതായിരുന്നു കറക്റ്റ്. പൊതുയോഗം ഇല്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു കൺഫ്യൂഷനായിരുന്നു, ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ വരുന്ന പോലെ കാണാം എന്ന് വിചാരിച്ചു. എന്തായാലും അതേ ഈ നിങ്ങളുടെ മണ്ണിലേക്ക് എത്തുമ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട സമയം തന്നെയല്ലേ? നിശ്ചയമായിട്ടും അത് നല്ലൊരു സൂചനയാണ്. എല്ലാവർക്കും നല്ലൊരു എൻത്യൂസിയാസം ഉണ്ട്, മോട്ടിവേഷൻ ഉണ്ട്. അപ്പോൾ കാണാം, ഫലം അടുത്ത വർഷം കാണാം. ഏതായാലും അതുതന്നെയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സന്ദർശനം. അദ്ദേഹം ഈ രാജരാജേശ്വരൻ്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ അത് വലിയ പ്രതീക്ഷ കൂടെയാണ് എന്നുള്ളതാണ് ഈ പ്രവർത്തകർ പങ്കുവെക്കുന്നത്. ഏതായാലും ക്ഷേത്രത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ക്ഷേത്ര സന്നിധിയിലേക്ക് അദ്ദേഹം കടന്നു ചെന്നിരിക്കുന്നു, ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ആ ക്ഷേത്ര പരിസരത്ത് നിന്നും ലഭിക്കുന്ന വിവരം. അവിടേക്ക് മാധ്യമങ്ങൾക്കും മറ്റും പ്രവേശനമില്ല. സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് മാധ്യമങ്ങൾക്കും മറ്റും പ്രവേശനമില്ല. എങ്കിലും അവിടെ അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാന ദേവതയായ ഭഗവാൻ പരമശിവനെ അദ്ദേഹം പ്രാർത്ഥിക്കും. രാജരാജേശ്വരനായിട്ടാണ് ഈ തളിപ്പറമ്പിൽ മഹാദേവൻ ഉള്ളത് എന്നുള്ളതാണ്. ഈ രാജരാജേശ്വരൻ്റെ പ്രതിഷ്ഠ ആ പ്രധാന പ്രതിഷ്ഠയാണ്. ഒപ്പം ശിവൻ്റേതായ പല ഭാവങ്ങളും ഈ ക്ഷേത്രത്തിൽ ഇല്ല എന്നുള്ളതും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ കൂവളത്തിൻ്റെ ഇല ഈ ക്ഷേത്രത്തിൽ ഉപയോഗിക്കില്ല, പകരം തുളസി ഇലയാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ധാരയും രുദ്രാഭിഷേകമൊന്നും ഇവിടെ പതിവില്ല. പ്രദോഷത്തിന് പ്രാധാന്യമില്ല. ബുധനാഴ്ചയാണ് ഈ ക്ഷേത്രത്തിൽ വിശേഷ ദിവസം എന്നിങ്ങനെ പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഒപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഐതിഹ്യങ്ങളും മറ്റും പരിശോധിക്കുമ്പോൾ സതീദേവിയുടെ ദേഹവിയോഗത്തിന് ശേഷം ദേവിയുടെ തല വന്ന് പതിച്ചത് ഈ ക്ഷേത്രത്തിലാണ്, ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്താണ് എന്നുള്ളതാണ് മറ്റൊരു വിശ്വാസമായിട്ട് ഐതിഹ്യമായിട്ടത് കരുതപ്പെടുന്നത്. ഒപ്പം ഏറ്റവും പുരാതനമായ ശക്തിപീഠങ്ങളിൽ ഒന്നായിട്ട് കൂടെ ഇവിടം കരുതപ്പെടുന്നു എന്നുള്ളതാണ്. ഈ കൂടിയാട്ടം, ചാക്യാർകൂത്ത് തുടങ്ങിയവയൊക്കെ ഈ ക്ഷേത്രത്തിൽ അവിടെ അവതരിപ്പിക്കുന്നത് അത് പരിപാവനമായിട്ടുള്ള ഒരു സ്ഥലമായി കരുതുന്നു, ഈ ഒരു കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി എന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ്. മറ്റൊരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത നമ്മൾ പരിശോധിക്കുമ്പോൾ പുരുഷന്മാർക്ക് ക്ഷേത്രത്തിനുള്ളിൽ എപ്പോഴും പ്രവേശനമുണ്ടെങ്കിലും സ്ത്രീകൾക്ക് അങ്ങനെ എപ്പോഴും പ്രവേശനമില്ല എന്നുള്ളതും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. തിരുവത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമേ ഈ ക്ഷേത്രത്തിനകത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ എന്നുള്ളതാണ്. അപ്പം ബ്രാഹ്മണ സ്ത്രീകൾക്ക് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമേ ഇല്ല എന്നുള്ള പ്രത്യേകത കൂടെ ഈ ക്ഷേത്രത്തിനുണ്ട്. എന്തായാലും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ പ്രധാനമായും ക്ഷേത്രത്തിനകത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ആദ്യം പ്രധാന പ്രതിഷ്ഠയായ ശിവഭഗവാനെ തൊഴും. അതിനുശേഷം അവിടെ പ്രധാന വഴിപാടുകൾ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഘട്ടമായി അദ്ദേഹം ചെയ്യുക. നെയ്യമൃതും പട്ടംതാലിയും അതുപോലെ തന്നെ സ്വർണ്ണക്കുടവും സമർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള വഴിപാടുകളാണ് അദ്ദേഹം ചെയ്യുക. അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുറത്തുള്ള മറ്റ് ഉപദേവതകളെ തൊഴുന്നതിനായിട്ട് എത്തുക. പാർവതിയെയും അതുപോലെ ഗണപതി സങ്കല്പവും സുബ്രഹ്മണ്യൻ സങ്കല്പവും ദക്ഷിണാമൂർത്തിയും പരമശിവനും നന്ദികേശനും ഭൂതത്താൻ എന്നിവർ ഉൾപ്പെടെയുള്ള ഉപപ്രതിഷ്ഠകളുണ്ട്. കൂടാതെ
ചെറുകുന്ന് അന്നപൂർണേശ്വരി ഭഗവതിയും അതുപോലെ തന്നെ മാടായിക്കാവിലമ്മയും ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകളാണ്. ഏതായാലും അവിടെയൊക്കെ അദ്ദേഹം തൊഴും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ മടങ്ങിപ്പോക്കുണ്ടാവുക. 7 മണി വരെയാണ് അദ്ദേഹത്തിന് 7 മണിക്കാണ് തിരിച്ച് കണ്ണൂരിൽ നിന്നും അദ്ദേഹം വിമാനം കയറുക എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും കണ്ണൂരിൽ തളിപ്പറമ്പിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് വളരെ പ്രൗഢോജ്വലമായ വരവേൽപ്പാണ് തളിപ്പറമ്പിലെ ജനങ്ങൾ, കണ്ണൂരിലെ ജനങ്ങൾ നൽകിയത് എന്നുള്ളതാണ്. മാത്രമല്ല അവരൊക്കെ ആവേശത്തോടെ കഴിഞ്ഞ കുറേയേറെ മണിക്കൂറുകളായി കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിനും പുഷ്പവൃഷ്ടി നടത്തുന്നതിനുമൊക്കെ. അതൊക്കെ അവർക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോഴേതായാലും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുന്നതിന് വേണ്ടി കടന്നു ചെന്നിരിക്കുന്നു എന്നുള്ളതാണ്. എസ് അരുൺ സൂചിപ്പിച്ചതുപോലെ അനന്തപുരിയിൽ നിന്നും രാജരാജേശ്വരന്റെ സന്നിധിയിലെത്തിയ അമിത്ഷായ്ക്ക് വൻ വരവേൽപ്പ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ജനങ്ങൾ ഇപ്പോഴും അവിടെ തുടരുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മടക്കയാത്രയിൽ കൂടിയൊന്ന് കണ്ടതിന് ശേഷം മാത്രമേ ജനങ്ങൾ പിരിഞ്ഞു പോകൂ എന്നുള്ളൊരു കാര്യം കൂടിയാണുള്ളത്. അത്രത്തോളം ഒരു ആവേശം തന്നെയാണ് കണ്ണൂരിലും ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര ദർശനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും അദ്ദേഹം തിരികെ ഡൽഹിയിലേക്ക് മടങ്ങിപ്പോവുക.